എൻ്റെ പേര് എൽസി. ഞാൻ മുണ്ടയ്ക്കൽ നിന്ന് വരുന്നു. ഈ വർഷം സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് എലിസബത്ത് അമ്മ ചോദിച്ചതുപോലെ ഞാനും എൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്. 10 വർഷമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു എനിക്ക്. ഞാൻ കാണിക്കാത്ത ഡോക്ടേഴ്സില്ല, കഴിക്കാത്ത മരുന്നില്ല. അലോപ്പതി, ഹോമിയോ, ആയുർവേദം, പച്ചമരുന്ന് എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലും ഓടി. അയൽവാസികളൊക്കെ കളിയാക്കുമായിരുന്നു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പോയല്ലോ മരുന്നിന്, എന്തിനാ ചുമ്മാ അതിന് മരുന്നിനൊന്നും പറഞ്ഞ് ഓടുന്നതെന്ന് പറഞ്ഞ്. ബ്ലീഡിങ് വന്നാൽ മാസക്കണക്ക് ഇരിക്കും, മരുന്നില്ലാതെ പറ്റത്തില്ലായിരുന്നു. അനീമിക്കുമാകും, ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിലെ കാര്യങ്ങളും എല്ലാം താളം തെറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അമ്മയെടുത്ത് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ആ മാസം മുതൽ ഇതുവരെ അമ്മ എന്നെ ആ ഒരു കാര്യത്തിൽ നിന്ന് സൗഖ്യം നൽകി അനുഗ്രഹിച്ചിരിക്കുക. 2020 എൻ്റെ മോള് ഈശോടത്തോട്ട് പോയി. 17 വയസ്സാകും 2 മാസം ഉണ്ടായിരുന്നുള്ളവർക്ക് ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതാണ്. പ്രതീക്ഷിച്ചതുപോലുമല്ല. പെട്ടെന്ന് കൊറോണ സമയം കൂടിയായിരുന്നു. ആകെ വല്ലാതെയായി. 2016 മുതൽ സാമ്പത്തിക നഷ്ടവും ദാരിദ്ര്യവും പട്ടിണിയും എന്താണെന്നറിയില്ല, മാറി മാറി ദുരിതവും ദുരന്തവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെയും ഓരോന്ന് കഴിയുമ്പോൾ വിചാരിക്കും ഇത് തീരും, ഇത് അടുത്ത നല്ലത് ഈശോ തരും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത് വരും. ഏറ്റവും വലുതായിരുന്നു മോള് വിട്ടുപോയി. ഈശോയെ സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ കുടുംബം തന്നെ തകർന്നുപോയി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. വീട് താളം തെറ്റി, ഭക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹോട്ടൽ ഫുഡാണ് കൂടുതലും. ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നെന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ കുരുക്ക് മാറ്റാൻ. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. അത്യാവശ്യം മണിക്കൂറുകളൊക്കെ ആരാധനയിലെത്തി പോയിരിക്കുന്ന ആളാണ്. അത്യാവശ്യം വചനം വായിക്കും, പറ്റുമ്പോഴൊക്കെ ദിവ്യബലിക്കുമൊക്കെ പോകുന്ന ആളാണ്. പക്ഷേ ദുരിതം മാത്രം എത്ര പ്രാർത്ഥിച്ചിട്ടും മാറിയില്ല. ചുറ്റുമുള്ളവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊന്നും ഇത് നിൽക്കത്തില്ല, ശക്തമായ കരങ്ങൾ വേണം. ഞാൻ നോക്കിയിട്ട് അമ്മയുടെ കയ്യേ കണ്ടുള്ളൂ. എൻ്റെ അമ്മേനെ ഏൽപ്പിച്ചു ഞാൻ. എല്ലാവരും എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കരുത്, ഒരു കാര്യവും നീ പൂർത്തിയാക്കി ചെയ്യത്തില്ല, എല്ലാം പകുതിക്കിടുന്ന ആളാ, അതുകൊണ്ട് ചെയ്യരുത്, പോയി വന്നോന്ന് പറഞ്ഞു അമ്മയോട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉടമ്പടി എടുക്കും, എൻ്റെ അമ്മയോട് ഞാൻ ഉടമ്പടി എടുക്കും. കാര്യം എന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും പറ്റത്തില്ല. അത്രമാത്രം കഠിനമായ ദുരിതത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയോട് ഭർത്താവ് മോളുടെ മരണത്തിന് ശേഷം അമ്മയെടുത്ത് ഇച്ചിരി അകന്നു മാറി. ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരത്തില്ല. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും പറ്റത്തില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭർത്താവിൻ്റെ ബൈക്കിൽ കയറിയിരിക്കും. അവിടെ എവിടെ പോകണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോകും, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കും. അല്ലാതെ എനിക്ക് ബസ്സിലോ ഓട്ടോയിലോ ഒന്നും എനിക്ക് ഒറ്റയ്ക്ക് പോകാനേ പറ്റത്തില്ല. ശരീരം കുഴഞ്ഞൊരു പരുവാകും. എനിക്ക് ഒരു കസേരയോ ഒരു സാധനം എനിക്ക് പൊക്കിയെടുക്കാനോ ഉള്ള ബലം പോലും എനിക്ക് കിട്ടത്തില്ല. ആ ഒരവസ്ഥയാണ് എനിക്ക്. പക്ഷെ അമ്മയെടുത്ത് വരണം. ഞാൻ അന്നേരം എൻ്റെ മോളുള്ളപ്പോൾ തന്നെ ഓൺലൈനിൽ അവൾ എനിക്ക് ഇത് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. കൃപാസനത്തിൻ്റെ അന്ന് കൊറോണ സമയത്തുകൊണ്ട് എനിക്കതൊന്നും ശരിക്കും ചെയ്യാനും അറിയത്തില്ലായിരുന്നു. മാനസികമായിട്ട് തളർന്ന് ഡിപ്രഷനിലും ആയിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയുടേത്. ഞാൻ എല്ലാ ദിവസവും രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനകൾ വരുമ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് ചൊല്ലും, കൂടെ ഇരുന്ന് അത് പ്രാർത്ഥിക്കും. ചിലപ്പോൾ ലൈവ് കിട്ടും. അന്നേരം ഞാൻ അമ്മയോട് മെസ്സേജ് ഇടും, അമ്മേ എനിക്കും വരണം, അമ്മേ എനിക്ക് ഉടമ്പടി എടുക്കണം, എനിക്കല്ലാതെ പറ്റത്തില്ല. കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞു. ഞാൻ എന്തിന് ജീവിക്കണം എന്ന് തന്നെ എനിക്ക് തോന്നുക. ജീവിതത്തിന് ജീവിക്കാൻ തോന്നുന്നില്ല എന്നുള്ള ദുർനിമിഷങ്ങൾ വരുന്നതിന് മുമ്പ് നീ നിൻ്റെ സ്രഷ്ടാവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞ് വചനം പറയുന്നുണ്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ മുതൽ ഞാൻ നിൻ്റെ പുറകെ നടക്കുക, എന്നിട്ട് വീണ്ടും വീണ്ടും ദുരിതം മാത്രമേ ഉള്ളൂ, എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല, എൻ്റെ അമ്മയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് എന്നെ എങ്ങനെയും കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പീരമ്മേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. ശനിയാഴ്ച ആയപ്പോൾ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരുങ്ങിക്കോ, നാളെ നിന്നെ ഞാൻ കൊണ്ടുപോകാം. ഞാൻ ചോദിച്ചതുപോലും ഇല്ല.
എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് കാറിൽ ചെന്ന് കയറിയത് മാത്രമേ എനിക്കറിയാവുള്ളൂ. അന്നേരം മുതലേ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. എനിക്കൊരു കാര്യവും വിചാരിച്ചാൽ നടക്കാത്ത ആളാണ്. വർഷങ്ങളെടുക്കും, ചിലപ്പോൾ മാസങ്ങൾ, ചിലപ്പോൾ ആഴ്ചകളെടുക്കും, ഒരു കാര്യവും നടക്കില്ല. ഇപ്പം ഞാൻ വിചാരിക്കാൻ വേണ്ടി അമ്മ കാത്തിരിക്കുന്ന പോലെയാണ് എന്നെ സഹായിക്കാനായിട്ട്. ഞാൻ കൂടെ ഉണ്ട്, എന്നെ തോപ്പിച്ചിട്ടേ ഇനി നിന്നെ ആർക്കും തൊടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുക. എൻ്റെ അമ്മ എൻ്റെ സംരക്ഷണമായിട്ട് എപ്പോഴും കൂടെയുണ്ട്. രാത്രി കാലങ്ങളിൽ ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. 6 മണി 3 മണി വരെയൊക്കെ അലഞ്ഞു വിരിഞ്ഞ് നടക്കും. ബൈബിള് വായിക്കാനും മനസ്സില്ല, ഒരു മരവിപ്പാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ മണിക്കൂർ കണക്ക് ബൈബിൾ വായിക്കാൻ പറ്റും, ഒന്നിനും കഴിയത്തില്ല. ബൈബിളൊക്കെ എടുത്ത് കൈ പിടിക്കുമെങ്കിലും അവിടെ വെച്ചിട്ടിങ്ങനെ ഒരുമാതിരി ശവം പോലെ ഇരിക്കും ഞാൻ. എനിക്ക് 6 മണിയൊക്കെ ആവും ചിലപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകാനായിട്ട്. എല്ലാവർക്കും മനസ്സിലാവും ഒരു വീട്ടമ്മ ഇങ്ങനെ ആയാൽ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. കുളിയില്ല, നനയില്ല, പല്ലേപ്പില്ല, ഒരു ഭ്രാന്തിയുടെ അവസ്ഥ. നല്ലപോലെ വസ്ത്രം ധരിക്കില്ല, മുടിയൊന്നും ചെയ്യത്തില്ല. അമ്മയൊക്കെ എൻ്റെ അടുത്ത് പറയും, മോളെ നീ മുടിയെങ്കിലും ഒന്ന് ചെയ്യിക്കൂടെ നിനക്ക്. ഒരു വല്ലാത്ത അവസ്ഥ. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ തുടങ്ങിയതാണ്. ഇന്ന് വരെയും ഉറക്കമൊന്നും എൻ്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഒരു നോർമലായിട്ടുള്ള ഒരാൾ എന്തെല്ലാം ചെയ്യും അതെല്ലാം എനിക്കും ചെയ്യാൻ പറ്റും. ഇവിടുന്ന് യാത്ര കഴിഞ്ഞ് ഞാൻ പോയാൽ പോലും എനിക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റും. എൻ്റെ ഭർത്താവിന് സാമ്പത്തികം കടം കാരണം നിൽക്കാൻ വയ്യ. എന്നാൽ പോലും ഭക്ഷണം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി 2 മക്കളില്ലേ, അവർക്ക് ഭക്ഷണം കൊടുക്കണം. എനിക്ക് ഏത് സമയം അനീമിക്കാണ്, ഭക്ഷണം കഴിക്കണം. ഹോട്ടലിൽ നിന്നാണ് ഫുഡ്, എപ്പോഴും ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും. കാരണം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും പറയും മടി കാരണം ചെയ്യാത്തതാണ്. പക്ഷേ എനിക്ക് പറ്റത്തില്ല. എന്നിട്ട് ശരം കുഴഞ്ഞു പോകും. ഞാൻ എഴുന്നേറ്റ് നിന്ന് അടുക്കളയിൽ പോയി ബ്ലീഡിങ് കാരണം ഒരു വക ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇതെൻ്റെ അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവൂ, ഈ ലോകത്ത് ആർക്കും മനസ്സിലാവത്തില്ല. എൻ്റെ അമ്മ എന്നെ സഹായിച്ചതാ, അത് ഈ ഉടമ്പടിയിൽ മാത്രം നടന്നതാ. എൻ്റെ അമ്മ എന്നെ സഹായിച്ച് ഈശോയ്ക്ക് നന്ദി. ചേച്ചി 10 വർഷമായിട്ട് പല മരുന്നുകൾ കഴിച്ചു. ഈ മരുന്ന് കഴിക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? കുറയുമായിരുന്നു? ചില മരുന്ന് പിടിക്കും, ചിലത് പിടിക്കത്തില്ല. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ തടിച്ച് മുഖമൊക്കെ വികൃതമായിട്ട് വേറൊരു രൂപമായി പോകും. ആഴ്ച കണക്കാകും ഒന്ന് ലെവലാവാൻ. മുഖമൊന്നും റെഡി ആവത്തേ ഇല്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞാണ് സൗഖ്യം കിട്ടിയത്? ഉടമ്പടി എടുത്ത് ആ മാസം മുതൽ എനിക്ക് കറക്റ്റ്, ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് വരുമ്പോൾ എങ്ങനെ ഏതെല്ലാം സിംറ്റംസിലൂടെയാണ് വരുന്നത് അതുപോലെയൊക്കെ കറക്റ്റായിട്ട് വരാൻ തുടങ്ങി. ഈശോ തൊട്ട് സുഖപ്പെടുത്തിയ ഒരു അനുഭവമാണ്. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ആ സ്ത്രീ 12 വർഷമായിട്ട് രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ടു. പല ആളുകളെ, പല വൈദ്യരെ കണ്ടു. രോഗം കൂടുകയല്ലാതെ കുറഞ്ഞില്ല. ഒത്തിരി സാമ്പത്തികമായിട്ടൊക്കെ മുടക്കിയിട്ടും ഫലമുണ്ടായില്ല. ഈശോയ്ക്ക് മാത്രമേ സുഖപ്പെടുത്താൻ കഴിയൂ എന്ന് അവൾ വിശ്വസിച്ച് ഈശോയുടെ പിന്നാലെ വന്ന ജനക്കൂട്ടത്തിനിടയിൽ കൂടി വന്ന് ഈശോയുടെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചു. ഈശോ അവളോട് പറഞ്ഞത്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെയുള്ള വിശ്വാസമായിരുന്നു എലിസേച്ചിക്ക്. ഇവിടെ വന്നാൽ സുഖപ്പെടും എന്ന് എലിസേച്ചി വിശ്വസിച്ചു. മറ്റുള്ളവരെയൊക്കെ തടസ്സപ്പെടുത്തുമ്പോഴും എലിസേച്ചി പരിശുദ്ധ മാതാവിൽ വിശ്വസിച്ചു. ഈശോ അമ്മയിലൂടെ ഇത് ചെയ്തു തരും എന്ന് വിശ്വസിച്ചു. ഈ ഉടമ്പടി എടുക്കാനായിട്ട് മറ്റുള്ളവരെ എന്നെ തടസ്സപ്പെടുത്തിയ സമയത്ത് ചേച്ചിക്ക് ഇങ്ങനെ ഉടമ്പടി എടുക്കാൻ പ്രചോദനം എന്തായിരുന്നു? മറ്റുള്ളവർ തടസ്സപ്പെടുത്തിയ സമയത്തും ചേച്ചിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമെന്ന് മനസ്സിൽ വിചാരിച്ചല്ലോ. എനിക്കിവിടെ വന്ന് എടുത്താലേ, എൻ്റെ അമ്മയുടെ അടുത്ത് വന്നാലേ എനിക്ക് മാറത്തുള്ളെന്ന് ഉള്ളിൽ നിന്ന് ഒരു വിശ്വാസം എന്നെ വന്നുകൊണ്ടേയിരുന്നു. എനിക്ക് അമ്മയടുത്ത് തന്നെ വരണമെന്ന് തോന്നി. കാര്യം വേറെ ശക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്ക് മുമ്പിൽ കണ്ടില്ല. അമ്മയേ ഉള്ളൂ എൻ്റെ ആശ്രയം. ഒരു തളർന്നൊരു അവസ്ഥയായിരുന്നു. നമ്മളിൽ പലർക്കുമൊക്കെ പ്രതിസന്ധികളുടെ സമയങ്ങളിൽ വരുന്ന ഒരു അവസ്ഥയാണ്. പ്രാർത്ഥിക്കുന്നു, എന്നാൽ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദുരിതം മാറുന്നില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലൂടെ എലിസേച്ചി കടന്നുപോയി. ആ ദുരിതത്തിൻ്റെ വേദനയുടെ കഠിനമായ അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഫുഡ് പോലും വെക്കാൻ പറ്റില്ല, ഹോട്ടലിൽ നിന്ന് വാങ്ങണം എന്നുള്ള അവസ്ഥ. ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ എത്ര വേണമെങ്കിലും ദൂരെ പോകാമോ? ഇപ്പോൾ ഒറ്റയ്ക്ക് എത്ര ദൂരെ വേണമെങ്കിലും പോകാമോ? ഈശോ ധൈര്യം കൊടുത്തു എന്നുള്ളതാണ്. ഭയമൊക്കെ മാറി. ഇതിൽ ഈ പള്ളിയിൽ പോകുമ്പോഴുള്ള കാര്യം എഴുതിയിട്ടുണ്ടല്ലോ, ഷെഡിൽ. ഞാൻ 19 വർഷമായിട്ട് മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ പള്ളിയുടെ ചാപ്പലാണ്, മാർബിൾ തറയിട്ട് പുറത്ത് ഷെഡിൽ മണ്ണ് വിരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് അകത്ത് പള്ളി കയറിയിരുന്ന് കുർബാന ഇടാൻ പറ്റത്തില്ല, കാല് പെട്ടെന്ന് വെരുക്കും. പിന്നെ എഴുന്നേറ്റ് കുർബാന എടുക്കാൻ വേണമെങ്കിൽ ഞാൻ വീണു പോകും.
അതുകൊണ്ട് 19 വർഷമായിട്ട് ഞാൻ മണ്ണിലിരുന്ന കുർബാന കാണുന്നത്. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വെളുപ്പിനെയൊന്നും എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്ന ആളല്ല. എനിക്ക് പള്ളിയിൽ കുർബാന കേൾക്കാം വീട്ടിലിരുന്ന, എന്നാലും പോകാൻ പറ്റത്തില്ല. ഞാൻ അമ്മയോട് സങ്കടം പറയും, തൊട്ടടുത്ത് കുർബാന നടന്നിട്ടൊന്നും പോകാൻ പോലും പറ്റുന്നില്ലല്ലോ അമ്മയെന്ന്. അമ്മ എന്നെ അതിനുശേഷം എല്ലാ ദിവസവും കുർബാനയ്ക്കും കൊണ്ടുപോകും. ആ മണ്ണിൽ നിന്ന് ഞാൻ പോയ പള്ളിയിൽ ചെന്നപ്പോൾ പുഷ് ചെയ്ത് എന്നെ അകത്ത് കയറ്റിയായിരുന്നു അമ്മ. എന്നെ മണ്ണിലിരുത്തിയില്ല. അന്ന് മുതൽ ഇന്ന് വരെ എത്ര തിരക്കുണ്ടെങ്കിലും അമ്മ എനിക്കൊരു സ്ഥലം അവിടെ പള്ളിക്കകത്ത് ഒരുക്കിയിട്ടിരിക്കും. ഞാൻ മാർബിൾ തറയിലിരുന്ന് എത്ര മണിക്കൂർ വേണേലും കുർബാന കാണും. എനിക്ക് കാലുപെരുപ്പോ കാലുവേദന ഒന്നും വരത്തില്ല. ഇത് എൻ്റെ അമ്മ തന്ന സൗഖ്യമാണ്. ഈശോ, ജീവിതത്തിൻ്റെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഉടമ്പടിയിലൂടെ ദൈവാനുഭവം പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എലിസേച്ചിക്കും കുടുംബത്തിനും ദൈവം ചേരുന്ന അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.